പ്രിയപ്പെട്ടവരെ, നമസ്കാരം. UGCയുടെ പുതിയ നിർദ്ദേശങ്ങൾ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയ 2 നിർദ്ദേശങ്ങൾ. ഒന്ന്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ അതിൻ്റെ UGCയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം UGCയുടെ നിയന്ത്രണം ഇല്ല എന്നല്ല, UGCയുടെ നിയന്ത്രണം വേണ്ട എന്നാണ് അർത്ഥം. UGCയുടെ നിയന്ത്രണം വേണ്ട എന്ന് പറഞ്ഞാൽ UGC നൽകുന്ന നിർദ്ദേശത്തെക്കാൾ കൂടുതൽ പദവി അർഹിക്കുന്ന ഒരു സംഭവമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് UGCയുടെ ആ നോമൻക്ലേച്ചർ, ആ ഒരു നിയന്ത്രണം, അതിൻ്റെ ഒരു കൺട്രോൾ മെക്കാനിസം അതിനേക്കാൾ ഉയർന്ന പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ കോടതികൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ 2 പൊരുൾ എന്താണ്? ഒന്ന്, കോടതികളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കമ്മീഷനും രണ്ടും 2 ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഒരു ഭരണഘടനാ സ്ഥാപനത്തെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനം നിയന്ത്രിക്കേണ്ട കാര്യമില്ല. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ. UGCയുടെ പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ്. UGCയുടെ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല. UGCയുടെ നിയന്ത്രണം ഉണ്ട്, എന്നിരുന്നാലും UGCയുടെ നിയന്ത്രണം ആവശ്യമില്ല. ഒരു ഡിഗ്രി പ്രോഗ്രാമിന് 120 ക്രെഡിറ്റ് എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി 132 ക്രെഡിറ്റ് എടുക്കുന്നു. 132 ക്രെഡിറ്റ് എടുത്താൽ മതി എന്ന് UGC ആവശ്യപ്പെടുമ്പോൾ 140 ക്രെഡിറ്റ് എടുത്തിട്ട് UGC നമുക്ക് ഇഗ്നോ നമുക്ക് പ്രോഗ്രാമുകൾ നൽകുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭം. രണ്ടാമത്തെ ഒരു സുപ്രധാനമായ സംഗതി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ഒരേ സമയത്ത് 2 ഡിഗ്രി ചെയ്യാം. +2ന്റെ റിസൾട്ട് വന്നു. ഇന്ത്യയിലെ ഇഗ്നോ ഒഴികെ മറ്റൊരു യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നില്ല. എല്ലാവരും പാസീവ് ആയിട്ടാണ്. UGCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് ഇഗ്നോ ഇപ്പോൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം UGCയുടെ നിയന്ത്രണങ്ങളെക്കാൾ ഉയരത്തിലാണ് അതിന്റെ സ്ഥാനം എന്നുള്ളത്. അപ്പോ UGC പറയുന്നത് ഒരേ സമയത്ത് 2 പ്രോഗ്രാമുകൾ ചെയ്യാം. +2ന്റെ റിസൾട്ട് വന്നല്ലോ. താങ്കൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് കിട്ടുമോ? കിട്ടില്ല. താങ്കൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് കിട്ടില്ല. പക്ഷെ താങ്കൾക്ക് കേരളത്തിൽ ഇല്ലാത്ത ഒരു ഗംഭീര കോഴ്സ് ഞാൻ പരിചയപ്പെടുത്തട്ടെ. വളരെ സിമ്പിൾ ആണ്. ഏറ്റവും മനോഹരമായ ഒരു കോഴ്സാണ് ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന BA വൊക്കേഷണൽ സ്റ്റഡീസ് വേണമെങ്കിൽ നമുക്ക് BVoc എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇഗ്നോ അതൊരു വൊക്കേഷണൽ കോഴ്സ് ആണെങ്കിലും അത് BVoc എന്ന് അവകാശപ്പെടുന്നില്ല. അത് അതിന്റെ ലാളിത്യം കൊണ്ട് BA വൊക്കേഷണൽ സ്റ്റഡീസ്, അതും ടൂറിസം മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രോഗ്രാമിനെയാണ് ഇപ്പോൾ ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത്. +2വിൽ താങ്കൾക്ക് മാർക്ക് വളരെ കൂടുതലുണ്ട് എന്ന് കരുതുക. 6 വിഷയത്തിലും ഫുൾ A+ ഉണ്ട് എന്ന് കരുതുക. ഒരു റെഗുലർ ഗവൺമെന്റ് കോളേജിൽ താങ്കൾക്ക് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. 43% ജനറൽ മെറിറ്റിലെ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലെ 10%, മുസ്ലിംസിന് 7%, SC ST OBC അതർ ഹിന്ദു OBC ഈ സംവരണം എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ താങ്കൾക്കോ താങ്കളുടെ സുഹൃത്തുക്കൾക്കോ ഫുൾ A+ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് കോഴ്സിന് റെഗുലർ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടി എന്ന് വരില്ല. താങ്കൾ ഒരു കാര്യം മാത്രം ഇപ്പോൾ ശ്രദ്ധിക്കൂ. ഈ വീഡിയോ നന്നായി വാച്ച് ചെയ്യുക. ഇപ്പോൾ താങ്കൾ ചെയ്യേണ്ടത് ഇഗ്നോയിലെ BA ടൂറിസം മാനേജ്മെന്റിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ജൂണിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അടുത്ത ജൂൺ 25 പരീക്ഷ ഫസ്റ്റ് ഇയർ, ജൂൺ 26 സെക്കൻഡ് ഇയർ, ജൂൺ 27 തേർഡ് ഇയർ.
ആ മൂന്നാമത്തെ വർഷത്തിൽ താങ്കൾക്ക് ഇത് പൂർത്തിയാക്കാം. ഒപ്പം തന്നെ ഇനി താങ്കൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത്, സപ്പോസ് BSc മാത്സോ BSc ഫിസിക്സോ BSc സുവോളജിയോ അല്ലെങ്കിൽ BA ഇംഗ്ലീഷോ BA എക്കണോമിക്സോ BA ഹിസ്റ്ററിയോ, ആ പരമ്പരാഗത കോഴ്സുകളിൽ താങ്കൾ ഏത് കോഴ്സിൽ വേണമെങ്കിലും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ ആയിട്ടോ ഫേസ് ടു ഫേസോ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലോ ഇഗ്നോയിൽ തന്നെ ഒരു BA വൊക്കേഷണൽ സ്റ്റഡീസ് ടൂറിസം മാനേജ്മെന്റും ഒരു BA ഇംഗ്ലീഷ് BA സോഷ്യോളജി BSc ഫിസിക്സ് മാത്സ് കെമിസ്ട്രി സുവോളജി ജിയോളജി ജിയോഗ്രഫി ഏതെങ്കിലും ഒരു കോഴ്സുകൾ താങ്കൾക്ക് ചെയ്യാം. ഒരേ സമയം 2 കോഴ്സുകൾ ചെയ്താൽ ചിലപ്പോൾ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഈ കോഴ്സ് ആയിരിക്കും താങ്കൾക്ക് നാളെ ഉപജീവനം നൽകുക. അതാണ് എനിക്ക് മുഹമ്മദ് മുബാറക് മാസ്റ്ററിന് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലൂടെ സന്ദേശം നൽകാനുള്ളത്. പിന്നെ നമ്മളുടെ +2 കഴിഞ്ഞ കുട്ടികൾക്കും നാട്ടിലുള്ള കരിയർ ഗൈഡൻസിനും എല്ലാ പത്രക്കാർക്കുമുള്ള ഒരു ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഒരു ഭ്രാന്തൻ അവസ്ഥയാണ്, എല്ലാവർക്കുമുള്ള അവസ്ഥയാണ്. +2 കഴിഞ്ഞു, ഇനി നമുക്ക് വിദേശത്തേക്ക് പോകാം, കിട്ടുന്ന കാശൊക്കെ അവിടെ അടിച്ചു പൊളിക്കാം, എന്നിട്ട് പാപ്പരാകാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇഗ്നോയില് വളരെ നാമമാത്രമായ ഫീസ്, വെറും 15,000 രൂപയിൽ താഴെ ഫീസ് വാങ്ങിച്ച് 3 കൊല്ലത്തേക്കും താങ്കളെ ചേർത്തുന്നു. പരമാവധി വന്നാൽ ഒരു 25,000 രൂപ 3 കൊല്ലം പരീക്ഷാ ഫീസ്, ക്ലാസ്സിലേക്കുള്ള യാത്ര എല്ലാം. താങ്കൾ അവിടെയാണെങ്കിലോ 5 ലക്ഷം 7 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം എല്ലാം എഡ്യൂക്കേഷണൽ ലോൺ എടുത്ത് ആസ്ട്രേലിയയിലേക്ക് പോകാൻ, കാനഡയിലേക്ക് പോകാൻ, ജർമ്മനിയിലേക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞ് കുറെ തട്ടിപ്പ് സംഘങ്ങളുടെ അടുത്തേക്ക് താങ്കൾ പോകേണ്ട ഒരു അവസ്ഥ. അങ്ങനെയൊക്കെ താങ്കൾ പൊയ്ക്കോളൂ. ഒപ്പം താങ്കളെ രക്ഷിക്കാൻ BA ടൂറിസം മാനേജ്മെന്റ് കോഴ്സ് ആയിരിക്കും ഏറ്റവും നന്നായി താങ്കളെ സഹായിക്കുക എന്ന് ആണയിട്ട് പറയുന്നു. ഉറപ്പാണ്, സത്യമാണ്. കേരളം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആപത്താണ്. അക്കരെ പച്ചയെ മോഹിച്ചുകൊണ്ടുള്ള ആപത്താണ് കേരളത്തിൽ ഉടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആശങ്ക, അധ്യാപകർക്ക് ആശങ്ക, രക്ഷിതാക്കൾക്ക് ആശങ്ക, മാതാപിതാക്കൾക്ക് ആശങ്ക, സാമൂഹ്യ പ്രവർത്തകർക്ക് ആശങ്ക, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആശങ്ക, ജോലിയില്ലായ്മ, തൊഴിലില്ലായ്മ, നല്ല കോഴ്സ് ഇല്ലായ്മ, സീറ്റ് ഇല്ലായ്മ, സംവരണമില്ലായ്മ, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ സീരീസില് വളരെ മനോഹരമായ, ഇതിന് വളരെ മനോഹരം എന്ന് പറയാനുള്ളത് ഏറ്റവും വലിയ തെളിവ് അക്രഡിറ്റഡ് ബൈ NAC വിത്ത് A++ ഗ്രേഡ്, ഏറ്റവും വലിയ A++ ഗ്രേഡ് ഉള്ള ഈ സ്ഥാപനം തന്നെയാണ്, ഇഗ്നോ തന്നെയാണ് താങ്കൾക്ക് ഏറ്റവും നല്ലത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ്, ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ BA വൊക്കേഷണൽ സ്റ്റഡീസ് ടൂറിസം മാനേജ്മെന്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ആഴത്തിൽ ഞാൻ താങ്കളുമായി പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഡ്മിഷന് വേണ്ടി താങ്കൾ പ്രത്യേകിച്ച് എവിടെയും പോകേണ്ട. തട്ടിപ്പുകാർ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. താങ്കൾ ഒരു ചെറിയ റിസർച്ച് നടത്തിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാനിട്ട്. യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചാനലുകൾ, അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നോക്കുകയാണെങ്കിൽ സ്പോൺസേർഡ് പരസ്യങ്ങൾ, എല്ലാം പരസ്യമാണ് കേട്ടോ. സ്പോൺസേർഡ് എന്ന് പറഞ്ഞാൽ പരസ്യമാണ്. ഗൂഗിളിനും അതുപോലെ തന്നെ ഫേസ്ബുക്കിനും കാശ് കൊടുത്ത്, ഗൂഗിളിന് കാശ് കൊടുത്ത്, ഫേസ്ബുക്കിന് കാശ് കൊടുത്ത്, വാട്സാപ്പിന് കാശ് കൊടുത്ത്, പല തരത്തിലെ ഇൻസ്റ്റഗ്രാമിലും എല്ലാം പരസ്യങ്ങൾ ചെയ്യുകയാണ്. അത്തരത്തിലുള്ളവർ പരസ്യം ചെയ്ത് ആളെ ചേർക്കുകയാണ്. ഇവിടെ പരസ്യം ചെയ്ത് ആളെ ചേർക്കുകയല്ല, സത്യസന്ധമായ വിഭവങ്ങൾ താങ്കളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കൂ. സ്പോൺസേർഡ് പ്രോഗ്രാം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, കേരളത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് വാളെടുത്തവനെല്ലാം ഇപ്പോൾ കരിയർ ഗൈഡാണ്. പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ വ്യാജന്മാരാണ്. അവരുടെ അടുത്തേക്ക് പോകുന്നത് സൂക്ഷിക്കുക. ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ 4 നമ്പറിൽ ഇഗ്നോ അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. താഴെയുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക. താങ്കൾക്ക് ഏറ്റവും സുതാര്യമായ സത്യസന്ധമായ അഡ്മിഷൻ ലഭ്യമാക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചും പറയുന്നു. ഞാൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിലാണ് നിലവിലുള്ള എഡ്യൂക്കേഷണൽ ട്രാജഡി
സ്ട്രാറ്റജി വേണ്ട ഭാഗത്ത് ഇവിടെ ട്രാജഡിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ടുള്ള കച്ചവടം, അതിൽ അപ്പുറമുള്ള പറ്റിക്കൽ, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള സന്ദർഭമാണ്. എന്തായാലും താങ്കൾക്ക് 2 ഡിഗ്രി ചെയ്യാം, ഒരു ഡിഗ്രിയും ഒരു PGയും വേണമെങ്കിലും ചെയ്യാം. ഫേസ് ടു ഫേസ് ക്ലാസ്സും ODL ക്ലാസ്സും രണ്ടും ഒരുപോലെ അംഗീകാരമാണ് എന്നുള്ളതും അടക്കമുള്ള 23 അംഗീകാര പത്രങ്ങൾ, 23 ഓർഡറുകൾ എനിക്ക് ഈ വീഡിയോയിനോടൊപ്പം ഞാൻ നൽകുന്നുണ്ട്. അത് താങ്കൾ വീക്ഷിച്ചാലും. ഇവിടെ ബാച്ചുലർ ഓഫ് ആർട്സ് വൊക്കേഷണൽ സ്റ്റഡീസ് ടൂറിസം മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് സ്കൂൾ ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെന്റിലാണ് ഇഗ്നോ നൽകുന്നത്. ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ, ലാർജ് സെഗ്മെന്റ് ഓഫ് ദ പോപ്പുലേഷൻസ്, ജനസംഖ്യയിലെ ഒരു വലിയ ഭാഗം തന്നെ, ഒരു വലിയ ഏരിയ തന്നെ, വലിയ ആളുകൾ തന്നെ ഈ മേഖലയിലെ ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഡെഡിക്കേറ്റഡ് സ്കിൽഫുൾ വർക്ക് ഫോഴ്സുകളെ ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിലെ ആളുകളുടെ കുറവ് ഉണ്ട്. മാത്രമല്ല താങ്കൾക്ക് ടൂറിസം സെക്ടറിലെ, സെൽഫ് എംപ്ലോയിഡ് സെക്ടറിലെ അഡൽട്സ് ഹു വിഷ് ടു അപ്ഗ്രേഡ് their educational qualification and knowledge in the tourism sector will be benefited with this program. ഈ പ്രോഗ്രാം വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. 132 ക്രെഡിറ്റ് ആണ് 3 കൊല്ലത്തിൽ കൂടി ഇവിടെ വേണ്ടത്. ഇത് 3 കൊല്ലത്തെ ഡിഗ്രിയാണോ 4 കൊല്ലത്തെ ഡിഗ്രിയാണോ എന്ന് താങ്കൾ ആശ്ചര്യപ്പെടേണ്ടതില്ല. എല്ലാ ഡിഗ്രികളും ഇപ്പോൾ ഇഗ്നോ അടക്കമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും കൊടുക്കുന്ന ഡിഗ്രിയില് 1ാമത്തെ വർഷത്തിൽ ചേരുന്നു, 2ാമത്തെ വർഷത്തിലേക്ക് എത്തുന്നു, 3ാമത്തെ വർഷത്തിലേക്ക് എത്തുന്നു. 3ാമത്തെ വർഷത്തിൽ 75% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ 4ാമത്തെ വർഷത്തിലേക്ക് പോകാൻ പറ്റൂ. ഇപ്പോൾ ഉള്ള എല്ലാ ഡിഗ്രി കോഴ്സുകളും എല്ലാ യൂണിവേഴ്സിറ്റിയും തരുന്നത് 4 കൊല്ലത്തെ കോഴ്സാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷെ 3 കൊല്ലവും ചേർന്ന് 3ാമത്തെ കൊല്ലത്തിന്റെ ഫൈനൽ റിസൾട്ട് വന്ന് താങ്കൾക്ക് 7.5 CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് അല്ലെങ്കിൽ 75% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ 4ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ബിരുദമായിരിക്കും താങ്കൾക്ക്. അവിടെ 4ാമത്തെ വർഷം പാസ്സായാൽ അത് കഴിഞ്ഞാൽ 1 കൊല്ലത്തേക്ക് PG എടുത്താൽ മതി. അല്ലെങ്കിൽ താങ്കൾ ബേജാറാകണ്ട. 3ാമത്തെ വർഷത്തിൽ ഈ ബിരുദം നിർത്തുക, 2 കൊല്ലത്തെ PG എടുക്കുക. 4+1 = 5 3+2 എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അക്ഷയ സെന്ററിൽ പോയിട്ടോ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ടോ നിങ്ങൾ സ്വയമേവയോ ഏതെങ്കിലും ഉഡായിപ്പ് സ്ഥാപനങ്ങളിലൂടെയോ പോയി അഡ്മിഷൻ നേടുകയായില്ലെങ്കിൽ താങ്കൾ വലിയ നഷ്ടം താങ്കൾക്ക് സംഭവിക്കും. കാരണം പല തരത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. കോർ കോഴ്സസ്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ്, ജനറിക് എലക്റ്റീവ് കോഴ്സസ്, അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ്, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് പേപ്പറുകൾ തെരഞ്ഞെടുത്ത് ഓരോ സെമസ്റ്ററിലും 22 ക്രെഡിറ്റ് എന്ന ശാസ്ത്രീയമായി തെരഞ്ഞെടുത്ത് താങ്കളിലേക്ക് എത്തിക്കാൻ വിദഗ്ധരായ NEP ട്രെയിനിങ് പ്രോഗ്രാമുകൾ പാസ്സായിട്ടുള്ളവർക്കേ ലഭിക്കുകയുള്ളൂ. NEP ട്രെയിനിങ് പ്രോഗ്രാം എന്താണ്? NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ട്രെയിനിങ് നേടിയിട്ടുള്ള മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളെ അറിയിക്കുന്നു. താങ്കൾ നിർബന്ധമായും നോട്ട്സിലൂടെ അഡ്മിഷൻ എടുക്കുക. താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുന്നതായിരിക്കും. ഇവിടെ ഡീറ്റെയിൽഡ് നോമൻക്ലച്ചർ ആൻഡ് നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ഫോർ ഡിഫറെന്റ് കോഴ്സസ് അവൈലബിൾ അണ്ടർ ഈച്ച് ഓഫ് 5 കാറ്റഗറീസ്: കോർ കോഴ്സസ്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്, ജനറിക് കോഴ്സസിലെ ടൂറിസം മേഖലയിലെ ഹിസ്റ്ററി ഓഫ് ടൂറിസം, ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ്, എന്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ്, concept and impact of tourism, tourism marketing, profile of modern tourism, managerial accounting and finance in tourism, tourism undertaking, project, procedure and operations in tourism business, globalization, computer in business, e-commerce, airporting handling.
അയാട്ടയിലെ ഈ ഒറ്റ പേപ്പറിന് ഈ 30,000 രൂപ 40,000 രൂപ ഫീസാണ്. എയർപോർട്ട് ഹാൻഡലിംഗ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, കൾച്ചർ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, കൾച്ചർ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് 2, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഹിന്ദി ഭാഷ और സംപ്രേഷൻ, ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലാംഗ്വേജ്, ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്ത കോഴ്സുകളിലൂടെ നമുക്ക് മനോഹരമായി ഇങ്ങനെ ചെയ്യാൻ താങ്കൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള 4 നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും സർ ഇഗ്നോ അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇതിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾ അയക്കുക. താങ്കൾക്ക് എല്ലാ നന്മകളും ഇതിലൂടെ ലഭ്യമാക്കും. മാത്രമല്ല, താങ്കളുടെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയിക്കോട്ടെ. താങ്കളുടെ അന്വേഷണം എന്താണ്? മറ്റൊരു കോഴ്സ് എടുക്കണം, എനിക്ക് റെഗുലർ കോളേജിൽ പോകണം, അടിച്ചു പൊളിക്കണം, ആ കാഴ്ചപ്പാടൊക്കെ ഇരുന്നോട്ടെ. വേണമെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോയിക്കോളൂ, ഗൾഫിലേക്ക് പോയിക്കോളൂ, സിംഗപ്പൂരിലേക്ക് പോയിക്കോളൂ, എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. പരീക്ഷാ സമയത്ത് മുബാറക് മാസ്റ്റർ തരുന്ന നിർദ്ദേശം അനുസരിച്ച് നിർബന്ധമായും ഇവിടെ വന്ന് പരീക്ഷ എഴുതുക. 3 കൊല്ലം കൊണ്ട് സുപ്രധാനമായ ഒരു കോഴ്സ് താങ്കൾക്ക് ലഭ്യമാകുന്നു എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു. നിങ്ങൾ പഠിക്കണം കേട്ടോ. പഠിച്ച് പരീക്ഷ എഴുതണം കേട്ടോ. പഠിച്ച് പരീക്ഷ എഴുതിയാലേ താങ്കൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ചേർന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ വിജയിപ്പിക്കുകയൊന്നുമില്ല. അങ്ങനെ വിജയിപ്പിക്കാനൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ തന്നെ അത് കളവാണ്, തട്ടിപ്പാണ്. അങ്ങനെ പറഞ്ഞിട്ട് തന്നെ എത്രയോ ആളുകൾ നാട്ടിലുണ്ട്. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാൻ താങ്കളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദിസ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ് ഇൻ ഡിഗ്രി. ഓൾ ദ ബെസ്റ്റ്. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.